അമ്മേ ഇത് തുണിയൊക്കെ കൊറേ വിറ്റ് പോയെന്ന് തോന്നുന്നല്ലോ. കുറച്ചൊക്കെ പോയി. ഇതിന്റെ പുതിയ നെയ്റ്റിയൊക്കെയാണ് ഇട്ടേക്കണേ. എന്നും ഞാൻ ഈ പഴയതല്ലേ ഇടുന്നത്. കീറിയതും അവിടെ കീറിയത് ഇവിടെ കീറിയത് എന്നെങ്കിലും ഒരു നല്ല നെയ്റ്റ് ഞാൻ ഇട്ട് കണ്ടിട്ടുണ്ടോ? എന്നെങ്കിലും ഒരെണ്ണം ഇടട്ടെ. നീയോ നല്ല ചുരിദാറും തരാതരം ചുരിദാറും ഇട്ടോണ്ട് പോകുന്നു വരുന്നു. അമ്മയ്ക്കൊരു തുണി വേണോന്ന് പോലും നീ ചോദിക്കാറില്ല. ഈ വീട്ടിലിരുന്ന് പണി ചെയ്യുന്നവർക്ക് എന്തിനാ നല്ല തുണിയൊക്കെ? ശരിയാ മോനെ, വീട്ടിൽ ഇരിക്കുന്നവർ തുണി കൊടുക്കരുത്, ഭക്ഷണം കഴിക്കരുത്, ഒന്നും ചെയ്യരുത്. അങ്ങ് അവര് അടിമയായിട്ട് തന്നെ എന്നും ജീവിക്കണം. അതെന്നും പറ്റുമോ? അതൊരു ചിന്താഗതിയാണമ്മ. നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നേ. പിള്ളേർക്കും മകന്റെ ഭാര്യ മോളെ പോലെ കാണണം. ഒക്കെ ശരിയാ മോനെ, എല്ലാം നീ പറഞ്ഞ ശരിയാ. പക്ഷെ അതും ഒരമ്മയാണെന്നും അവർക്കും തുണികളൊക്കെ വേണമെന്നും അവർക്കും ഇടണമെന്നും ഒരു ചിന്ത നിനക്ക് വേണം. ഇന്ന് ഞാൻ കുടുംബശ്രീയുടെ കുറെ തുണി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന്ന് 2 നൈറ്റി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട 2 എടുത്തിട്ടു. ഇനിയെങ്കിലും എനിക്കൊന്ന് എന്റേതായ രീതിയിലൊന്ന് മാറണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാതെ വേറൊന്നും നിന്നെ കാണിക്കാനോ എടുക്കാനോ ഒന്നും അല്ല കേട്ടോ. ഞാൻ കൊണ്ടുവന്നതിൽ നിന്ന് 2 നൈറ്റി എടുത്ത് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാണെങ്കിലും തുണിയില്ലാതെ പറ്റത്തില്ലല്ലോ കുഞ്ഞെ. നീ ഇട്ട് എനിക്ക് മേടിച്ച് തരുന്നുമില്ല. നീ മേടിച്ച് തന്നിരുന്നെങ്കിൽ ഓക്കെ, എനിക്ക് നീ പറയുന്ന കാര്യം ഞാൻ കേൾക്കാമായിരുന്നു. കൊച്ചുണ്ടായിരുന്നപ്പോ അവനൊരു കഷ്ണം തുണി മേടിച്ചാൽ അപ്പൊ എനിക്ക് തുണി കൊണ്ട് തരുമായിരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല, അവൻ കണ്ടിട്ടേ ഇല്ല. ഞാനിങ്ങനെ തുണിയൊന്നും ഇല്ലാതെ കീറി പറഞ്ഞതും അഴുക്കായതും മുഷിഞ്ഞതും ഒക്കെ. അതുകൊണ്ട് ഇനിയിപ്പൊ നിങ്ങളുടെ ആ പ്രാരാബ്ദം പറച്ചിൽ അങ്ങ് തുടങ്ങും. നിർത്തിക്കോ. ഇനിയേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതൊക്കെ വിട്. വൈകുന്നേരത്തേക്ക് എന്നാ കഴിക്കാൻ? വൈകുന്നേരത്തേക്ക് എന്നെ മോൻ പറഞ്ഞു അതെന്നാന്ന് വെച്ചാ ഉണ്ടാക്കാം. ചപ്പാത്തിയും ചിക്കൻ കറി ആക്കിയാലോ? പ്രാരാബ്ദമായിട്ടല്ലേ തോന്നുള്ളൂ. ഇല്ല, ചപ്പാത്തിയും ചിക്കൻ കറി ആക്കിയാലോ? ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടാക്കാം, കുഴപ്പമില്ല. ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ. വറുത്ത് കറി വെക്കണം കേട്ടോ അമ്മ. ചപ്പാത്തിയും ചിക്കനും അല്ലേ? മക്കളൊരു കാര്യം ചെയ്, മാവ് എടുത്ത് കുഴച്ച് മോൻ ചപ്പാത്തി ചൂട്, അമ്മ ചിക്കൻ നല്ല വറുത്ത് കോരി എടുത്ത് കറി വയ്ക്കാം. നമുക്ക് 2 പേർ കൂടെ ഒരുമിച്ച് ചെയ്യാം. ഇതെന്നാ പുതിയ പതിവൊക്കെ? മോനെ, പുതിയ പരിപാടികളൊന്നും അല്ല. എനിക്കിപ്പം അത്രയും വലിയ ആഹാരമൊന്നും വേണ്ട. ഇവിടെ 2 മക്കളുണ്ട്. അവർക്ക് വലിയ ഒത്തിരി ഭക്ഷണമൊന്നും വേണ്ട. ഒരു പിടി ആഹാരം മതി. അതുണ്ടാക്കണമെങ്കിൽ ഇപ്പൊ നീയും നിനക്കിപ്പം കടയിൽ പോയി പൊറോട്ടയും ചിക്കനും ഫുഡും ഒക്കെ നിനക്ക് ആവശ്യ ബിരിയാണിയൊക്കെ നിനക്ക് കഴിക്കാം. പക്ഷെ ഞാൻ കഴിക്കാൻ പറ്റില്ല. നീ മേടിച്ചുകൊണ്ട് വരുന്നു, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വെക്കുന്നു, കൊടുക്കുന്നു, ഞാനിട്ട് അറിയുന്നുമില്ല. ഞാൻ ആ കഞ്ഞിക്കലത്തിൽ ഇച്ചിരി പഴകഞ്ഞി ഉണ്ടെങ്കിൽ കുടിച്ചാലായി, കുടിച്ചില്ലല്ലേ, നിങ്ങൾ കഴിച്ചോന്നോ കഴിച്ചില്ലയോന്നോ ഒന്നും നീ ചോദിക്കാറില്ല. പിന്നെ